നോക്കൂ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എന്തോ പറയാനാണെന്ന് പറഞ്ഞത്? നിന്നോടല്ല, നീ നിന്റെ ജോലിയുടെ. ഇത് റിഹേഴ്സലാ. അവൾക്ക് ഞാനിന്ന് എടുക്കാൻ പോവുക. അതിന്റെ റിഹേഴ്സൽ. എന്തൊക്കെ സംഭവിച്ചാലും ഈ എഴുത്ത് ഞാനിന്ന് അവൾക്ക് കൊടുത്തിരിക്കും. എന്റെ എഴുത്ത് വായിച്ചാ അവൾക്ക് മറുപടി തരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഹൃദയമാണ് ഞാൻ തുറന്നു കാണിക്കാൻ പോകുന്നത്. നീ ഹൃദയമല്ലേ, അല്ലാണ്ട് കക്ഷമൊന്നുമില്ലെന്ന് തുറന്നു കാണിക്കുന്നത്. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന. എനിക്ക് വെറുതെ കിട്ടുന്നല്ലേ ഇങ്ങനെ കക്ഷത്തിലേക്ക് എടുത്ത് കമത്താൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചീപ്പുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ചീപ്പാണ് നീ. മനുഷ്യൻ ഇത്രയ്ക്ക് ചീപ്പാവും. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രയ്ക്ക് ചീപ്പാവാൻ പാടില്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. ഈ എഴുത്ത് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അതിനുള്ള മറുപടി വാങ്ങിച്ചിട്ട് വരട്ടെ. എന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത്ര പെട്ടെന്ന് കൊടുത്തോ? കൊടുക്കാൻ അവർ തനിച്ചല്ല, കൂടെ ഹിറ്റ്ലറും ഉണ്ട്. ഹിറ്റ്ലറോ? എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരം കൊടുക്കാൻ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്? പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടെങ്കിലും പോടാ. നിന്നെ ഇതിനകത്ത് കണ്ടാൽ അത് മതി. അയാൾ വന്ന് എന്റെ കട കൂടി തല്ലി പൊളിക്കും. അതിന് പണിയുണ്ട്. ഇത് ആളറിയാണ്ടിരിക്കാനാ. അയാൾ ചോദിച്ചാ വേറെ ആളാണെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഒന്ന് പോയടാ. ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇതേപോലെ മാറിത്തരാം. താങ്ക് യു. തന്നോടാണ് എനിക്ക് പറഞ്ഞത്. എന്റെ മുടി വെട്ട്. നിന്റെ മുടിയിലെ കഴുത്തോട്ടേണ്ടത്. കഴുത്തായി അവിടുന്ന്. എനിക്കിത് പ്രശ്നമില്ല. കൂട്ടിരിക്കരുത്. വിടാനാ പറഞ്ഞു. ഇങ്ങോട്ട് പോടാ. പോർക്കെ പോടാ പട്ടി. ആള് മാറിപ്പോയി. വേറെ ആളാണ്. ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഒരു ഭ്രാന്തനാണ്. ഇവിടെ വേണം. പിന്നെ ഹൃദയവാനും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെയും നോട്ടം വെച്ചിരിക്കുന്നെന്ന് ചോദിക്കട്ടെ. നീ ഒന്ന് ചുമ്മാ ഇരിക്കും. അയാൾ അയാളുടെ പാട്ടിന് പൊക്കോട്ടെ. അങ്ങനെ പാട്ടിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ അറിയണ്ടേ അയാൾ ആരുടെ പിന്നാലെ നടക്കുന്നതെന്ന്. വിട്ടെ വീട്. ഇടി തുളസി, നിനക്കാരെ നറുക്ക് വേണ്ടിയിരിക്കുന്നത്? ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പറഞ്ഞതാണോ? അയാൾ പറഞ്ഞതല്ലേ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രേമിച്ചാ മതി. ചെയ്യുന്നു ഗൗരവത്തി. ദേ കളി മതിയായിക്കോളൂ കേട്ടോ. മാധവേട്ടൻ വന്ന് കണ്ടാ മതി, അതോടെ എല്ലാം തീരും. മാധവേട്ടൻ എതിർത്താലോ എന്ന് ചോദിക്കാം. എന്റെ ഈശ്വര, ഇവൾക്കിത് എന്തിന്റെ വട്ടാ? മാധവൻ കുട്ടിയേട്ടനില്ലേ? ഹിറ്റ്ലർ. ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? ആൾ എതിർത്താലോ? എന്ത് ചെയ്യും? എതിർത്താലോ? ഫൈറ്റ് ചെയ്യും. മരണം വരെ ഫൈറ്റ് ചെയ്യും.
അയ്യോ